നീണ്ടകരയിൽ കാണാതെയായ മത്സ്യത്തൊഴിലാളിക്കായി കോസ്റ്റ് ഗാർഡിന്റെ ഹെലികോപ്റ്ററുകൾ ഇന്ന് വീണ്ടും തെരച്ചിൽ നടത്തും. കൊച്ചിയിൽ നിന്നെത്തിയ 2 കോസ്റ്റ് ഗാർഡ് ഹെലികോപ്റ്ററുകൾ വള്ളിക്കാവിൽ അമൃതാനന്ദമയി മഠം തയ്യാറാക്കിയ ഹെലിപ്പാഡിൽ ഇറങ്ങി. ഉടൻ തെരച്ചിലിനായി നീണ്ടകരയിലേക്ക് പുറപ്പെടും. വിവരങ്ങളുമായി മനോജ് ചേരുകയാണ്. മനോജ്, ഇന്ന് എന്തായാലും ഹെലികോപ്റ്ററുകൾ ഇപ്പോൾ വള്ളിക്കാവിൽ ഇറങ്ങിയിട്ടുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. ഇന്ന് ഏതൊക്കെ രീതിയിൽ എങ്ങനെയാണ് തെരച്ചിൽ ക്രമീകരിക്കുന്നത്? കോസ്റ്റ് ഗാർഡിൻ്റെ 2 ഹെലികോപ്റ്ററുകളാണ് ഇവിടേക്ക് എത്തിയത്. അതിൽ ഒരു ഹെലികോപ്റ്റർ ഈ പ്രത്യേകം തയ്യാറാക്കിയ, അതായത് അമൃതാനന്ദമയി മഠം ഈ പ്രത്യേകം തയ്യാറാക്കിയിട്ടുള്ള ഹെലിപാഡിലേക്ക് ഇറങ്ങി. ആ ഹെലിപാഡിലേക്ക് ഇറങ്ങിയ കോസ്റ്റ് ഗാർഡിൻ്റെ ഹെലികോപ്റ്ററിൽ ഇപ്പോൾ ഇന്ധനം നിറയ്ക്കുകയാണ്. ഇന്ത്യൻ ഓയിലിൻ്റെ ടാങ്കർ അവിടേക്ക് പോയിട്ടുണ്ട്. ആ ഇന്ധനം നിറച്ച ശേഷമാകും നീണ്ടകരയിലേക്ക് പോകുക. 2 ഹെലികോപ്റ്റർ എത്തിയതിലൊന്ന് റൂട്ട് ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ട് പോയിട്ടുണ്ട്. ഏതായാലും കോസ്റ്റ് ഗാർഡിൻ്റെ സേവനം ഇവിടെ ഉണ്ടാകുമെന്നുള്ളതാണ്. അതോടൊപ്പം തന്നെ ഈ ഭാഗത്തേക്ക് ഈ ഹെലികോപ്റ്റർ ഇറങ്ങുവാനുള്ള സംവിധാനം ഒരുക്കിയത് ഇവിടെ അമൃതാനന്ദമയി മഠമാണ്. നമുക്കറിയാം, ഒറ്റ ദിവസം കൊണ്ട് ഇവിടെ ആ സംവിധാനങ്ങൾ ഒരുക്കി. അതിൻ്റെയൊക്കെ തന്നെ നേതൃത്വം നൽകിയ ആളുകളും ഇവിടെയുണ്ട്. ഈ ക്യാമ്പസ് ഡയറക്ടറായിട്ടുള്ള ബ്രഹ്മചാരി ദേവിദാസ് ചൈതന്യ, അദ്ദേഹം നമ്മളോടൊപ്പം ചേരും. എന്തായാലും ഈ ഹെലികോപ്റ്റർ ഇവിടെ ഇറങ്ങുവാൻ വേണ്ടിയിട്ടുള്ള ഒരു സംവിധാനം അതൊരൊറ്റ ദിവസം രാത്രി കൊണ്ട് ഇവിടെ തയ്യാറാക്കി എന്നുള്ളതാണ്. അത് വലിയൊരു കാര്യം തന്നെയാണ്. അത് എങ്ങനെയാണ് ഇത് സാധ്യമായത്? പ്രത്യേക നിർദ്ദേശം ഉണ്ടായിരുന്നു? എങ്ങനെയായിരുന്നു ഇത്? ആ ദിവസം രാത്രി ഒരു 8 മണിയായപ്പോഴാണ് അമൃതസ്വരൂപൻ്റെ സ്വാമിജി വിളിച്ചു എന്നെ പെട്ടെന്ന്. അദ്ദേഹം അമേരിക്കയിലുള്ളത്, പ്രോഗ്രാമായിട്ട് പോയിരിക്കുക. അപ്പോൾ ഇങ്ങനെ ഒരു ആവശ്യമായിട്ട് സുരേഷ് ഗോപി വിളിച്ചിരുന്നു. അപ്പോൾ അദ്ദേഹം വിളിക്കും, എൻ്റെ നമ്പർ കൊടുത്തിട്ടുണ്ടെന്ന് വിളിച്ചു. പിന്നെ അദ്ദേഹം വിളിച്ചു, കാര്യം പറഞ്ഞു ഇങ്ങനെയാണ്. അപ്പം കൊല്ലത്ത് ഇവിടെ നിന്നുള്ള റെസ്ക്യൂ ഓപ്പറേഷൻ ഇപ്പോൾ നേവിയുടെ ഇത് വരാൻ വേണ്ടിയിട്ടാണ്, ഹെലികോപ്റ്റേഴ്സ് വരാനായിട്ട്. അപ്പം ഇവിടെ അടുത്തുള്ള ഇപ്പോൾ കൊല്ലം ആശ്രമം ഒരു ഓപ്ഷനുണ്ട്, പക്ഷേ അവിടെ നിന്ന് ഓണത്തിൻ്റെ സ്റ്റാളുകളൊക്കെ നടക്കുന്നതുകൊണ്ട് അവിടെ പറ്റുമോയെന്ന് അറിയില്ല. അപ്പോൾ ഇവിടെ എന്താണ് സാധ്യത എന്ന് ചോദിച്ചു. ഇവിടെ റെഡിയാണോ ഹെലിപ്പാഡ് എന്ന് ചോദിച്ചു. അപ്പോൾ പിന്നെ ആക്ച്വലി കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് നല്ല മഴയായിരുന്നല്ലോ, അപ്പം ഗ്രൗണ്ടിൻ്റെ കണ്ടീഷൻ ചിലപ്പോൾ കുറച്ച് മോശമായിരിക്കും, അതുകൊണ്ട് തയ്യാറാക്കി എടുക്കേണ്ടതുണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ എന്താണ് സാധിക്കുക എന്നുകൂടെ നോക്കിയിട്ട് പറയാൻ പറഞ്ഞു. അപ്പോൾ ഞാൻ ഓഫ് കോഴ്സ് നമ്മുടെ കൺസ്ട്രക്ഷൻ ടീമായിട്ട് ഡിസ്കസ് ചെയ്തു. ഇവിടെ ഒരു കൺസ്ട്രക്ഷൻ വിങ് ഉണ്ടല്ലോ, അപ്പം മെറ്റീരിയൽസിൻ്റെ അവൈലബിലിറ്റിയും കാര്യങ്ങളും നോക്കി. അപ്പം കുറച്ചൊക്കെ കാര്യങ്ങളുണ്ട്, പക്ഷേ മെറ്റീരിയൽ കംപ്ലീറ്റ്ലി അവൈലബിൾ അല്ല. പിന്നെ ഉടനെ ആശ്രമത്തിലേക്ക് പോയി അമ്മ ദർശനം കൊടുക്കുകയാണ്. അപ്പോൾ അമ്മയോട് ഈ കാര്യം പറഞ്ഞു. അപ്പോൾ അമ്മ പറഞ്ഞു വേണ്ടത് എന്താണെങ്കിലും ചെയ്യുക, മെറ്റീരിയൽസ് ഇല്ലെങ്കിൽ വാങ്ങിക്കാൻ എന്താണെന്ന് വെച്ചാൽ ചെയ്യുക, രാത്രി മുഴുവൻ നിന്ന് ചെയ്യണം എന്ന് അമ്മയുടെ ഒരു നിർദ്ദേശം വന്നു. അപ്പോൾ പിന്നെ ഉടനെ തന്നെ ഞങ്ങളെല്ലാവരും കൂടി ഇരുന്ന് പിന്നെ ഈ കൊല്ലം ജില്ലയിലുള്ള കുറച്ച് സപ്ലൈസിനെ ഒക്കെ വിളിച്ച്, അപ്പോൾ ഇതിനൊരു 7000 സ്ക്വയർ ഫീറ്റോളം ഉണ്ട് ടോട്ടൽ, ഹെലിപ്പാഡും ഈ അപ്രോച്ച് റോഡും എല്ലാം ആയിട്ട്. അപ്പോൾ ഇതിനുള്ള മെറ്റീരിയൽസിൻ്റെ മുഴുവൻ കാൽക്കുലേഷൻ ചെയ്ത് കുറേയൊക്കെ ഈ അഗ്രിഗേറ്റ്സൊക്കെ ഇവിടെ ഉണ്ടായിരുന്നു. ബാക്കി സാധനങ്ങൾ പല സപ്ലൈസിൻ്റെ അടുത്ത് നിന്ന് എത്തി. ഇപ്പോൾ രാത്രി ഒരു 10 മണി 10:30 ആകുമ്പോഴത്തേക്കും തുടങ്ങി. ഭാഗ്യത്തിനന്ന് ആ സമയത്ത് മഴ ഒഴിഞ്ഞു നിന്നു, ചെറിയ ഡ്രിസിലേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ രാത്രി ഒരു 10-10:30 തുടങ്ങി. പിറ്റേ ദിവസം ഒരു 11 മണിയാകുമ്പോഴത്തേക്കും എല്ലാം തീർക്കാൻ സാധിക്കും. ഹെലികോപ്റ്റർ ലാൻഡ് ചെയ്തിരിക്കുക. അതെ. തീർച്ചയായും സുരേഷ് ഗോപിയുടെ ഇടപെടൽ അദ്ദേഹം പറഞ്ഞിരുന്നു. കേന്ദ്രമന്ത്രി കൊടുത്ത വാക്ക് പാലിച്ചു. അതായത് അദ്ദേഹം ഒരു ഉറപ്പ് ആ കുടുംബത്തിന് കൊടുത്തിട്ടുണ്ടായിരുന്നു. അത് നമുക്കിവിടെ കാണാൻ സാധിക്കുമല്ലോ. ഉറപ്പായിട്ടും അദ്ദേഹം ഉറപ്പ് നൽകിയത് പാലിക്കാൻ വേണ്ടിയിട്ട് സാധ്യമായ എല്ലാ മാർഗ്ഗങ്ങളും അദ്ദേഹം തേടുകയാണ്. ഏതെല്ലാം മാർഗ്ഗങ്ങൾ, ഇപ്പോൾ നേവിയുടെ കപ്പൽ വന്നു, ഇപ്പോൾ കോസ്റ്റ് ഗാർഡിൻ്റെ ഹെലികോപ്റ്റർ വന്നു, അദ്ദേഹം ഓരോ മിനിറ്റ് അത് ഫോളോ അപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഇതിവിടെ എത്തുന്നിടം വരെ അദ്ദേഹം അതിന് പുറകിൽ തന്നെയാണ്. ആ അമ്മയ്ക്ക് കൊടുത്ത വാക്ക് എങ്ങനെയും ആ മകനെ കണ്ടെത്തുവാൻ വേണ്ടിയിട്ടുള്ള തീവ്രമായ പരിശ്രമത്തിൽ ഒപ്പമുണ്ടാകും, ഒരു സഹോദരൻ്റെ കടമ നിർവഹിക്കും എന്ന് ആ അമ്മയ്ക്ക് കൊടുത്ത ഉറപ്പ് പാലിക്കാൻ ഏത് വിധേനയും ആ മകനെ കണ്ടെത്തുവാനായിട്ടുള്ള തീവ്രമായ പരിശ്രമം, ആ കഠിന പ്രയത്നത്തിൽ തന്നെയാണ് അദ്ദേഹം ഓരോ കാര്യങ്ങളും ചെയ്തുകൊണ്ടിരിക്കുന്നത്. തീർച്ചയായും ഒരുപാട് പേർ ഇവിടെ എത്തിയിട്ടുണ്ട്. ഈ ഫയർഫോഴ്സിൻ്റെ സംവിധാനം ഇവിടെ ഉണ്ട്. അതോടൊപ്പം തന്നെ ഇന്ത്യൻ ഓയിലിൻ്റെ ടീമുണ്ട്, അതോടൊപ്പം കോസ്റ്റ് ഗാർഡിൻ്റെ ടീമുണ്ട്, പോലീസുണ്ട്. എല്ലാവരും സംയുക്തമായി തന്നെ ഈ ഒരു പരിശ്രമത്തിൻ്റെ ഭാഗമാകുകയാണ്. ഇപ്പോൾ കോസ്റ്റ് ഗാർഡിൻ്റെ ഹെലികോപ്റ്റർ ഈ ഹെലിപ്പാഡിൽ തന്നെയുണ്ട്. ഹെലിപ്പാഡിൽ ഇന്ധനം നിറയ്ക്കുകയാണ്. അതായത് കുറച്ചു നേരം ആവശ്യമാണ്. ഇന്ധനത്തിൻ്റെ പ്രശ്നമായിരുന്നു നേരത്തെ ഉണ്ടായിരുന്നത്. അതായത് ഇവിടെ എത്തിക്കഴിഞ്ഞാൽ ലാൻഡ് ചെയ്യാൻ ഒരു സ്ഥലമില്ലാതെ ഇന്ധനം നിറയ്ക്കാൻ സാധിക്കില്ല. ആ ഇന്ധനത്തിൻ്റെ സംവിധാനം കൂടെ ആയാൽ മാത്രമേ സ്ഥിരമായ ഒരു ഹെലികോപ്റ്ററിന് ഇവിടെ ലാൻഡ് ചെയ്തുകൊണ്ട്